ക്രിസ്തുവിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്നത്തെ ഒരു ദൈവവചന ചിന്തയ്ക്കായിട്ട് FAC ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 15 മുതലുള്ള വാക്യം. FAC ലേഖനം 5-ാം അധ്യായം 15 മുതലുള്ള വാക്യം. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുക. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളു. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളു. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്തു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളു. ഇതിന്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ആകെ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ അന്ത്യകാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഇവിടെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് നടപ്പിൻ, ഇത് ദുഷ്കാലമാകയാൽ എന്നാണ് പറയുന്നത് 16-ാമത്തെ വാക്യത്തില്. അതായത് ഈ ഒരു കാലഘട്ടത്തെ പറ്റി പൗലോസ് പറയുന്നത്, ഈ അന്ത്യകാലഘട്ടത്തെ പറ്റി പറയുന്നത് ദുഷ്കാലമാണ്, അല്ലെങ്കിൽ ഈവിൾ നിറഞ്ഞതാണ്, ദുഷ്ചിന്ത നിറഞ്ഞതാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതേ രീതിയിൽ തന്നെ പൗലോസ് തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിലും പറയുന്നുണ്ട്. 2 തിമോത്തിക്ക് എഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായം 1 മുതലുള്ള വാക്യം: അന്ത്യകാലത്ത് ദുർഘട സമയം വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദുഷ്കൂരന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരാകും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിക. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് ഈ അന്ത്യകാലഘട്ടത്തില് സഭയ്ക്ക് എഴുതുന്ന ലേഖനമാണ്. ഇവിടെ വിശ്വാസികൾക്ക് എഴുതുന്ന ലേഖനമായതുകൊണ്ട് ഇത് വിശ്വാസികളുടെ അവസ്ഥയെ കൂടിയാണ് പൗലോസ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അജ്ഞാനികളായി ജ്ഞാനമില്ലാത്തവരായി പരിജ്ഞാനമില്ലാത്തവരായി ആകാതിരിപ്പിൻ എന്ന് FAC ലേഖനത്തിൽ പറയുന്ന ആ പരിജ്ഞാനമില്ലായ്മ, അജ്ഞത, അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ FAC ലേഖനത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ അവിടെ 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നതോടെ നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മളെ പറ്റി സൂക്ഷ്മതയോടെ ആയിരിക്കാനാണ് പറയുന്നത്. സുബോധത്തോടെ സോബർ ആയിരിക്കണം. നമ്മുടെ മൈൻഡ് ഒരിക്കലും ആ ആത്മീക ബോധം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് അവിടെ 5-ാം അധ്യായത്തില് പൗലോസ് പറയുന്നത്. അപ്പോൾ ജ്ഞാനികളായി ഉള്ളതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അവിടെ തന്നെ പറയുന്നു, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് വരും എന്ന് പറയുന്നു. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക, ആത്മാവിനാൽ നിറയാൻ പറയുന്നു. ഇപ്പൊ ഈ വീഞ്ഞുകുടി എന്ന് പറയുന്നത് മാത്രമല്ല, മറ്റെന്തിനാലും നിയന്ത്രിക്കപ്പെടാം നമ്മൾ. വീഞ്ഞുകുടി എന്ന് പറയുന്നത് മാത്രമല്ല, സഹോദരങ്ങളോടുള്ള ദേഷ്യം, പക, വേദന, വീട്ടിൽ നമ്മളെ പറ്റിയുള്ള തന്നെ ആൻസൈറ്റി, ഈ ആത്മാവിനാൽ ഫില്ല് ചെയ്യപ്പെടുക, നിറയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോട്ടിലോട്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ച് അത് നിറയപ്പെടുന്നതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ആത്മാവിനാൽ നിറയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി ആ ഗ്രീക്ക് മീനിങ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പായ്ക്കപ്പല് ഈ കാറ്റിനാൽ നിയന്ത്രിക്കപ്പെടത്തില്ലേ, ആ നിയന്ത്രിക്കപ്പെടുന്നത് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാലാണോ നിറയപ്പെട്ടിരിക്കുന്നത്, നമ്മൾ ദുഃഖത്താലാണോ നിറയപ്പെട്ടിരിക്കുന്നത്, അതായിരിക്കും നമ്മളെ നിയന്ത്രിക്കുന്നത്. പകയായിരിക്കും നിറയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ ആകുല ചിന്തകളായിരിക്കുമോ, അതിനാലായിരിക്കും നമ്മൾ നിയന്ത്രിക്കപ്പെടുന്നത്. അതുകൊണ്ട് പൗലോസ് ഇവിടെ പറയാണ്, ഈ അന്ത്യകാലഘട്ടത്തിൽ നമ്മളെ പറ്റി സുബോധമുള്ളവരായിരിക്കും, നമ്മൾ എന്തിനാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ളതിൽ ജ്ഞാനമുള്ളവരായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ ജ്ഞാനത്തിന്റെ പ്രത്യേകത നമുക്ക് യാക്കോബിന്റെ ലേഖനത്തിൽ കാണാൻ കഴിയും. യാക്കോബിന്റെ ലേഖനം അതിന്റെ 3-ാം അധ്യായം 13 മുതലുള്ള വാക്യം. ഈ ലോകത്തിന്റെ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ജ്ഞാനം, സ്വയം ബുദ്ധി, ലോകം സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ബോധമുണ്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ള ലോകത്തിന്റെ ജ്ഞാനം, നമ്മുടെ തന്നെ ബുദ്ധി. പക്ഷെ ഈ ബുദ്ധിയൊക്കെ പലപ്പോഴും നമ്മളെ ആത്മീയമായി ജ്ഞാനമല്ല ഉണ്ടാക്കുന്നത്, അജ്ഞതയാണ് ഉണ്ടാക്കുന്നത്. സുബോധം ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്, സുബോധം കെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ് ആ സുബോധം കെടുത്തുന്നതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ പറയാം. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തില് അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയും: നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാർ, അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും വരുത്. ഇത് ഉയരത്തിൽ നിന്നുള്ള വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമാണ്.
ലോകത്തിന്റെ ജ്ഞാനത്തിന് ഇവിടെ പറയുന്നത് ഭൗമികവും പ്രാകൃതവും എർത്തിലി സെൻഷ്വൽ ഡെവലിഷൻ എന്നാണ് പറയുന്നത്. അതായത് സെൻഷ്വൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടുണ്ടാകുന്ന, നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് നമ്മുടെ കാഴ്ച കൊണ്ടും നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ചും നമ്മൾ ഉണ്ടാക്കുന്ന ജ്ഞാനമാണ് ഈ സെൻഷ്വൽ വിസ്റ്റം അല്ലെ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എർത്തിലി വിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എർത്തിലി നോളജ് എന്ന് പറഞ്ഞാൽ ലോകം നമുക്ക് കാണിച്ചു തരുന്നത് ഇങ്ങനെ ജീവിക്കണം, നിന്റെ കാര്യങ്ങൾ നോക്കി നീ ജീവിക്കണം, അല്ലെ നീ ഇങ്ങനൊരു ബുദ്ധി അവിടെ പ്രയോഗിച്ചില്ലെങ്കിൽ അവൻ നിനക്കിട്ട് പാര പണിയും, നീ അവിടെ ഇങ്ങനൊരു ബുദ്ധി പ്രയോഗിക്കണം. നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മോട്ടിവേഷൻസിന്റെ നിരകൾ നമുക്ക് കാണാം. ഇൻസ്റ്റാഗ്രാമൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചില്ല വേറെ ആര് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കും, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നോക്കണം, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം, നിങ്ങൾ മറ്റുള്ളവരുടെ ലൈഫ് നോക്കരുത് എന്നൊക്കെ പറയുന്ന ലോകത്തിന്റെ ജ്ഞാനമാണ് നമുക്ക് എല്ലായിടവും കാണാൻ കഴിയുന്നത്. പക്ഷെ ബൈബിൾ പറയുന്നത് ഇത് ഒരാളെ എവിടേക്ക് എത്തിക്കും എന്നാണ് പറയുന്നത്? അജ്ഞതയിലേക്ക് എത്തിക്കും എന്നാണ് പറയുന്നത്, അന്ധതയിലേക്ക് എത്തിക്കും. പക്ഷെ അവർ വിചാരിക്കുന്നത് ഞങ്ങൾ ഭയങ്കര സുബോധമുള്ളവരായി മാറി, ഇപ്പോൾ ഞങ്ങൾക്ക് നല്ല കാഴ്ചപ്പാടുണ്ട്, ലോകത്തെ പറ്റി ഞങ്ങളെ പറ്റിയും വലിയ കാഴ്ചപ്പാടുണ്ട്. എന്നാൽ അവർ കുരുടന്മാരായി തീരുകയാണ് ചെയ്യുന്നത്. നമുക്ക് ബിബ്ലിക്കലി നോക്കുകയാണെങ്കിൽ ആത്മീയമായ ഒരു കാര്യത്തിലെ പറ്റിയും ബോധമില്ലാതെ ജഡീകമായ കാര്യങ്ങളിൽ അന്ധരായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ലോകജ്ഞാനത്തിന് അങ്ങനെ പ്രത്യേകതയുണ്ട്. അതെന്താ ചെയ്യുന്നത്? അത് അന്ധത കൂട്ടത്തെ ഉള്ളു ചെയ്യുന്നത്, അജ്ഞത കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുപോലെ മനുഷ്യന്റെ ജ്ഞാനത്തിന് അത് എവിടെ പ്രയോഗിച്ചാലും കലക്കമുണ്ടാവും. അത് സഭയിലാണേലും അത് എവിടെ ആയാലും മനുഷ്യന്റെ ജ്ഞാനം ഉപയോഗിച്ചൊരു കാര്യം മനുഷ്യൻ ചെയ്യുകയാണെങ്കിൽ അത് എവിടെ ഒരു ഭിന്നത ഉണ്ടാക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബന്ധങ്ങൾ തകർക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂട്ടി യോജിക്കുന്നതല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. വിള്ളലുകൾ ഉണ്ടാക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. അത് എഫേസ്യ ലേഖനത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് എഴുതുമ്പോഴും ഈ അജ്ഞത അത് ഈർഷ്യയും പിണക്കവും ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാക്കുന്നു എന്നാണ് എഫേസ്യ ലേഖനത്തിലും പറയുന്നത്. എഫേസ്യ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തില് 17-ാമത്തെ വാക്യത്തില് അതിന് മുമ്പ് 5-ന്റെ തുടക്കം മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അതിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് 17 അതുകൊണ്ട് 17-ാമത്തെ വാക്യം, ബുദ്ധിഹീനരായ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ, ഉണർന്നിരിപ്പിൻ എന്നൊക്കെ, വെളിച്ചത്തിൽ ഇരിപ്പിൻ എന്നൊക്കെയാണ് പറയുന്നത്. 18 മുതലുള്ള വാക്യത്തില് പറയുന്നത്, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിന്റെ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുക അത്ര വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. അപ്പൊ ഈ ബോധമില്ലായ്മയെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടാണ് താഴോട്ട്. ആകയാൽ സൂക്ഷ്മതയോടെ നിങ്ങൾ നിങ്ങളുടെ ബോധത്തെ പറ്റി ബോധവാന്മാരായിരിക്കണം. നിങ്ങൾ ബോധം ഉള്ളവരാണോ എന്ന് നിങ്ങളെ പറ്റി ശോധന ചെയ്യണം. വെളിച്ചത്തിലായിരിക്കണം, നിങ്ങളെ തന്നെ ശോധന ചെയ്യണം, ഉണർന്നിരിപ്പിൻ എന്നൊക്കെയാണ് പറയുന്നത്. ഇനി എന്താണ് ഈ ബോധം എന്നുള്ള കാര്യം ഞാൻ പറയാം. എന്താണ് ഇവിടുത്തെ ഈ ബോധം എന്നുള്ളത്? അത് നമുക്ക് കാണാൻ കഴിയുന്നത് തുടക്കമാണ്. ഈ അധ്യായം തുടങ്ങുമ്പോഴാണ് അതിന്റെ ഒരു പശ്ചാത്തലം നമുക്ക് കാണാൻ കഴിയുന്നത്. 1-ാമത്തെ വാക്യം, എഫേസ്യ ലേഖനം 1-ാമത്തെ വാക്യം, 5-ന്റെ 1-ാമത്തെ വാക്യം, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ഇന്ന് നമുക്ക് കാണാൻ കഴിയും വിശ്വാസികളുടെ ഇടയിൽ തന്നെ ഭയങ്കര എരിവുള്ളവരെ നമുക്ക് കാണാൻ കഴിയും. ഭയങ്കര എരിവ് വചനത്തോടും മറ്റ് കൃപാവരങ്ങളുടെ കാര്യത്തിലും റിലീജിയസ് കാര്യങ്ങളിലൊക്കെ ഭയങ്കര എരിവുള്ളവരെ കാണാൻ കഴിയും. പക്ഷെ ഈ എരിവാണോ ബൈബിൾ? ഈ എരിവ് നമുക്കൊരു സുബോധം നൽകുന്നുണ്ടോ, സുബോധം നഷ്ടപ്പെടുത്തുകയാണോ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ എഫേസ്യ ലേഖനം 5-ന്റെ 1-മുള്ള വാക്യത്തിൽ, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായി വഴിപാട് യാഗമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. അപ്പോൾ ഈ സ്നേഹത്തിൽ നടപ്പാൻ പറഞ്ഞിട്ടാണ് ഈ പറയുന്ന വെളിച്ചത്തിന്റെ കാര്യം പറയുന്നു, ഇരുളിന്റെ കാര്യം പറയുന്നതല്ല. ഒരു വ്യക്തി, ഒരു മനുഷ്യൻ, അവനുള്ളിൽ ദൈവസ്നേഹം നിയന്ത്രിക്കാത്ത സമയങ്ങളിലെല്ലാം അവൻ അജ്ഞാതയിലാണ്, അവന് സുബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. എങ്ങോട്ട് പോകുന്നു, എന്തിനു വേണ്ടി ഇത് വായിക്കുന്നു, എന്തിനു വേണ്ടി ചർച്ച കൂടുന്നു, എന്തിനു വേണ്ടി കൂട്ടായ്മ ആചരിക്കുന്നു, എന്തിനു വേണ്ടി ആരാധന കഴിക്കുന്നു എന്നുള്ളവയെ കുറിച്ചെല്ലാം അജ്ഞതയായിരിക്കും. എന്തിനൊക്കെയോ വേണ്ടി എരിവ് പൂണ്ട് നടക്കുകയായിരിക്കും. അപ്പോൾ സ്നേഹമില്ലാത്ത സമയത്തെല്ലാം എന്താണ്? അജ്ഞതയാണ്, സുബോധമില്ലായ്മയാണ് നമുക്ക് കാണാൻ കഴിയും. ദൈവസ്നേഹം ഒരു വ്യക്തിയിൽ ഇല്ലാത്ത സമയങ്ങളിലെല്ലാം അവൻ സുബോധമില്ലാത്ത അവസ്ഥയിലാണ് കാണാൻ കഴിയും, അല്ലെ വെളിച്ചത്തിൽ ഇല്ലാത്ത അവസ്ഥയിലാണ്, അവനുള്ളിൽ ഇരുട്ടായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത് സഹോദര സ്നേഹമില്ലാത്തവരുള്ളിൽ ഇരുട്ടായിരിക്കുന്നു.
അപ്പോൾ സ്നേഹം നമ്മൾ ഉള്ളിലുള്ളപ്പോഴേ നമുക്ക് ആ ക്രിസ്തുവിന്റെ ജീവനിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രധാനമായ ഫലമായ സ്നേഹം നമ്മൾ ഉണ്ടെങ്കിൽ നമുക്ക് വെളിച്ചത്തിൽ ഇരിക്കാൻ കഴിയുന്നുള്ളൂ. നമുക്കൊരു എന്താ സംഭവിക്കുന്നതെന്നുള്ളൊരു സുബോധം നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അല്ലാത്തപ്പോഴെല്ലാം നമ്മൾ അന്ധന്മാരായിരിക്കും എന്നുള്ളതാണ് ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ സ്നേഹം അനുഭവിക്കാത്ത അവസ്ഥ, ഈ പരീശന്മാരുടെ അവസ്ഥ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ലോകത്തിൽ ഇത്രയും നന്നായി വചനം അനുസരിക്കുന്ന ഈ ചരിത്രത്തിൽ തന്നെ ഇത്രയും നന്നായി വചനം അനുസരിച്ച ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയത്തില്ല. അത്ര നല്ല രീതിയിൽ ദൈവവചനം അനുസരിക്കാൻ ശ്രമിച്ചവരും അല്ലെ. അതല്ലേ പൗലോസ് തന്നെ പറ്റി സാക്ഷ്യം പറയുന്നത്. ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ ബ്ലെയിംലെസ് ആണെന്നാണ് പറഞ്ഞത്, ഒരുത്തരും എന്നെ നേരെ ഒന്നും പറയാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ ദൈവത്തിന്റെ നീതി സംബന്ധിച്ച് ഒന്നുമല്ല. ഇപ്പോൾ ദൈവത്തിന്റെ നീതി പുതിയ നിയമത്തിലാണ് വെളിപ്പെടുന്നത്. അത് ദൈവ സ്നേഹമാണ് എന്നുള്ളത് പുതിയ നിയമത്തിലാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ പരീശന്മാർക്ക് എന്തുണ്ടായിരുന്നു? ഈ എരിവുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് സുബോധമില്ലായിരുന്നു. ദൈവത്തെ പറ്റി ഒരു സുബോധമില്ലായിരുന്നു. ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്, ദൈവത്തിന്റെ ഹൃദയം എന്താണ്, ദൈവം എന്താണ് ഈ തിയോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ വാക്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എങ്ങോട്ടാണ് ഇത് ലീഡ് ചെയ്യുന്നത് എന്നൊന്നും അറിഞ്ഞില്ല. അവരുടേതായ ആ തിയോളജിയുടെ ബാരിയേഴ്സ് കെട്ടിയിട്ട് അവർ ആ ആചാരങ്ങൾ അനുഷ്ഠാനിച്ച് ഒരു റിലീജിയസ് എരിവ് കൊണ്ടുപോകുന്നു. ഇന്ന് എല്ലായിടവും നമുക്ക് അതാണ് കാണാൻ കഴിയുന്നത്. അവർ വിചാരിക്കുന്നവർ ദൈവത്തെ ഭയങ്കരമായി സ്നേഹിക്കുന്നുണ്ടെന്ന്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, ദൈവവചനമായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറുന്നില്ല. നമ്മളെക്കാൾ നന്നായി ദൈവവചനം അനുസരിച്ച ആൾക്കാരാണ്. പക്ഷെ അവർ പരിജ്ഞാനത്തിൽ ദൈവത്തെ ധരിക്കാഞ്ഞത് കൊണ്ട്, പരിജ്ഞാനത്തിൽ ദൈവത്തിന്റെ എരിവുണ്ടായിരുന്നു, പരിജ്ഞാനത്തിലല്ലായിരുന്നു. എന്താണ് പരിജ്ഞാനം? പരിജ്ഞാനം അന്നും ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഞാൻ പുതിയ നിയമത്തിൽ അത് വെളിവായി വരുന്നു. ദൈവ സ്നേഹമാണ് പരിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദൈവത്തെ അല്ലെങ്കിൽ ഒരു പരിജ്ഞാനം എന്ന് പറഞ്ഞതിന്റെ പ്രായോഗിക തലം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു കാര്യം നമ്മൾ വിനിയോഗിക്കുന്ന രീതിയാണ് നമ്മൾ പരിജ്ഞാനം എന്ന് പറയുന്നത്. ഒരു കാര്യം ഞാൻ അത് പ്രായോഗിക തലത്തിൽ വിവേകസമ്പൂർണമായി അല്ലെങ്കിൽ വിവേകത്തിൽ ഉപയോഗിക്കുന്ന രീതിയെ, ഞാൻ ജീവിക്കുന്ന രീതി, അതിനൊക്കെയാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. അവർ ആദ്യകാലങ്ങളിൽ യഹൂദന്മാരെ അവരെ ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും അല്ലെങ്കിൽ അവരുടെ റിലീജിയസ് റിച്വൽസ് ഒക്കെ ഫോളോ ചെയ്യുമ്പോഴും അവരാ ഒരു പരിജ്ഞാനം എന്ന് പറഞ്ഞത് അവരുടെ ആ ഒരു മതത്തോടുള്ള എരിവ് മാത്രമായിരുന്നു, ദൈവത്തോടുള്ള സ്നേഹമൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് ദൈവത്തെ അറിയാൻ കഴിഞ്ഞില്ല, ദൈവത്തിന്റെ ഹൃദയം അറിയാൻ കഴിഞ്ഞില്ല. മെഷിയ വന്നപ്പം മെഷിയയും മനസ്സിലായില്ല. കാരണം ദൈവത്തെ അറിയത്തില്ലല്ലോ, പിന്നെ മെഷിയ എങ്ങനെ മനസ്സിലാവും? കണ്ടവൻ മനസ്സിലായില്ല, അത് പ്രവർത്തിക്കേണ്ടവൻ മനസ്സിലായില്ല. അപ്പൊ ഇതാണ് സംഭവിക്കുന്നത്. അവർക്ക് എന്തിലായിരുന്നു? ദൈവത്തിന്റെ ഹൃദയം അറിയത്തില്ലായിരുന്നു, ദൈവത്തെ പരിജ്ഞാനത്തിലല്ല അറിഞ്ഞിരുന്നത്. പരീശന്മാർക്ക് സംഭവിച്ചു പോയി ഇതേ കാര്യമാണ് ഇന്ന് നമുക്കും പല സഹോദരൻ, നമ്മൾ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അബദ്ധം. ഈ സുബോധം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മൾ എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എത്ര തന്നെ നമുക്ക് വലിയ കൃപാവരങ്ങൾ ഉണ്ടായാലും തിയോളജി നമ്മൾ മനസ്സിലാക്കിയാലും സ്നേഹത്തിലേക്ക് ഇത് എത്തിക്കുന്നില്ല എങ്കിൽ എന്താണ്? ഇതെല്ലാം വെറും വേസ്റ്റ് മാത്രമാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യ സഭയെ പറ്റി പറയുമ്പോൾ, കൊരിന്ത്യ സഭ 1-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യ ലേഖനം 1:10 പൗലോസ് പറയുന്നത് നിങ്ങൾ എല്ലാ കൃപാവരങ്ങളാലും നിറഞ്ഞവരാകുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അവർക്ക് ഈ പരിജ്ഞാനം എന്ന് പറയുന്ന സാധനമില്ല. ഇതെങ്ങനെ വിനിയോഗിക്കണം, ഇതെങ്ങനെ പ്രായോഗിക തലത്തിൽ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നറിയത്തില്ല. അതിന് പൗലോസ് തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കേണ്ടി വന്നു. 1 കൊരിന്ത്യ ലേഖനം അതിന്റെ 12-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കൊരു പുതിയ വെർച്യു പറഞ്ഞുതരാം, ഒരു വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അത് സ്നേഹമാകുന്നു എന്നാണ് പറയുന്നത്. ഇതൊന്നുമില്ല, ഈ സ്നേഹമില്ല എങ്കിൽ നിങ്ങൾ ഈ കൃപാവരങ്ങൾ കൊണ്ടൊന്നും ഒന്നും നേടാൻ പോകുന്നില്ല. നിങ്ങൾ വെറുതെ എന്തൊക്കെയോ പറഞ്ഞു നടക്കുന്നു, അവസാനം വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും, എന്തിനൊക്കെയോ എരിവ് കൊണ്ട് നടക്കുന്നു എന്നുള്ളതല്ലാതെ നിത്യമായ ഫലങ്ങൾ കായ്ക്കാൻ കഴിയത്തില്ല. നമ്മൾ സ്വർഗത്തിൽ ചെല്ലും രക്ഷിക്കപ്പെട്ടതുകൊണ്ട്, പക്ഷെ തീയിൽ എന്ന പോലെ. കാരണം സ്നേഹത്തിൽ കായ്ക്കാത്ത ഫലങ്ങളൊന്നും നിത്യമായി നിലനിൽക്കുകയില്ല. ക്രിസ്തുവിന്റെ ജീവനിൽ കായ്ക്കാത്ത ഫലങ്ങളൊന്നും ദൈവത്തിന് പ്രസാദകരമാകുകയില്ല, നിത്യമായി നിലനിൽക്കുകയുമില്ല. 1 കൊരിന്ത്യ ലേഖനം അതിന്റെ 12-ാം അധ്യായം 31-ാമത്തെ വാക്യം. ഇവിടെ എല്ലാ കൃപാവരങ്ങളും എല്ലാവർക്കും ലഭിക്കൂ എന്നൊക്കെ ചോദിച്ചിട്ടാണ് പൗലോസ് അവസാനം പറയുന്നത്. എല്ലാവരും വ്യാഖ്യാനിക്കുന്നു, ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പിൻ, ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക്, വരമല്ല പറയുന്നത്, മാർഗം ഞാൻ നിങ്ങൾക്ക് പറയാമെന്നാണ് പറയുന്നത്. എന്താണ് ആ മാർഗം?
വെർച്യു ഇവിടെ പറയുന്നത് സ്നേഹമാണ് അല്ലെ. 13:1 പറയുന്നത് സ്നേഹത്തെ പറ്റിയാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ടും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല. നമ്മൾ അന്ധതയിലാണ്, അജ്ഞതയിലാണ്, നമുക്ക് സുബോധമില്ലാത്തവരായിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ പലരും ഈ പരീക്ഷന്മാരെ സംബന്ധിച്ച് അവർ വിചാരിച്ചു ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫിലോസഫി, അല്ലെങ്കിൽ എല്ലാ തരത്തിലും തത്വചിന്തയുടെ അടിസ്ഥാനത്തിലും എല്ലാ അടിസ്ഥാനത്തിലും മൊറാലിറ്റിയുടെ അടിസ്ഥാനത്തിലും എല്ലാ രീതിയിലും ഞങ്ങളാണ് ഏറ്റവും വലിയവർ, ഞങ്ങളാണ് ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്നവർ എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അവരാണ് ഏറ്റവും അന്ധതയിൽ കിടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായിരുന്നില്ല. കാരണം ബാക്കിയുള്ളവർക്കൊക്കെ ദൈവത്തെ പറ്റി വലിയ അറിവില്ലാത്തതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ ആരംഭമായ ഭയമെങ്കിലും വരും. ഇവർക്ക് അതുപോലും വരുന്നില്ല. കാരണം എല്ലാം അറിയാമെന്നുള്ളൊരു ധാരണയാണ്. ഇവർക്ക് ദൈവഭയം പോലും ഇല്ലാതെ അവരെ ദൈവദോഷികളായി സ്വന്തത്തിലേക്ക് തിരിഞ്ഞ് അവരുടെ അന്ധതയിലേക്ക് തിരിഞ്ഞു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ കാഴ്ച കാണുമെന്ന് നിങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ കുരുടന്മാരാണ് അല്ലേ? നിങ്ങൾ കുരുടന്മാരാണെന്ന് നിങ്ങൾ പറയുന്നില്ലല്ലോ. നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന്. അപ്പോൾ യഹൂദന്മാർക്ക് സംഭവിച്ചു പോയതാണ് ഈ അന്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർക്ക് എന്താണ്? അവർക്ക് ദൈവത്തിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. കൊലോസി ലേഖനം അതിന്റെ 1:10 നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ബലം കാഴ്ച. ഇവിടെ പൗലോസ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്, അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനത്തിൽ നിറഞ്ഞു വരേണം എന്നാണ് പറയുന്നത്. എഫേസ്യ ലേഖനം അതിന്റെ 3:19 പറയുന്നു, സകല പരിജ്ഞാനത്തെയും കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴം വീതി ഉയരം നീളം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് പറയുന്നത്. എഫേസ്യ ലേഖനം അതിന്റെ 3:19 പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ പ്രാർത്ഥന എൻഡ് ചെയ്യുന്നത് തന്നെ ദൈവത്തിന്റെ നിറവിനെ പറ്റി പറയുമ്പോൾ അവിടെ പറയുന്നത് ഈ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ അറിയുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ സ്നേഹമാണ് ദൈവത്തിന്റെ നിറവായി നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു വിശ്വാസിയിൽ നിറഞ്ഞു നിൽക്കേണ്ടത് ഈ ദൈവസ്നേഹമാണ്. ഈ ദൈവസ്നേഹം ഉള്ളപ്പോൾ യോഹന്നാൻ പറയുന്നത് പോലെ അവൻ വെളിച്ചത്തിലാണ്. ദൈവത്തിന്റെ നിത്യജീവൻ, അതുപോലെ സ്നേഹം, സത്യം, വെളിച്ചം, ഇതൊക്കെ ഒരേ വിശേഷതകൾ വരുന്ന വാക്കുകളാണ്. ജീവനുണ്ടെങ്കിലേ സ്നേഹം ഉണ്ടാകുകയുള്ളൂ. സ്നേഹമുണ്ടെങ്കിൽ വെളിച്ചത്തിലായിരിക്കും. വെളിച്ചമുണ്ടെങ്കിൽ സത്യം മനസ്സിലാകും. അപ്പോൾ ഇതെല്ലാം വളരെ ഒരേ തലത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ സ്നേഹത്തിന്റെ നിറവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ നിറവ് എന്ന് പറയുന്നത് ഈ സ്നേഹം നിറയപ്പെടുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ. ബൈബിൾ ഒരു ലവ് സ്റ്റോറിയാണ് മൊത്തത്തിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ. ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റിയുള്ള സ്റ്റോറിയാണ്. എന്താണ് നമുക്ക് ബൈബിളിൽ നിന്ന് കാണാൻ കഴിയുന്നത്? തൻ്റെ മക്കളെ എങ്ങനെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു പിതാവിന്റെ സ്നേഹമാണ്. അതിനുവേണ്ടി സ്വർഗത്തിൽ ഏറ്റവും വില കൊടുത്ത ഒരു പിതാവിന്റെ സ്നേഹത്തെയാണ് നമ്മൾ അതിനോടാണ് നമ്മുടെ ഈ പറയുന്ന കേവലം നമ്മുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയും ആൾക്കാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയും ഇന്ന് പലതരത്തിൽ വിവേചിക്കുകയൊക്കെ ചെയ്യുന്നത്. സ്നേഹമില്ല എങ്കിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു കാര്യം കൊണ്ട് ഒരു വാല്യൂ ഇല്ല എന്നുള്ളതാണ്. സ്നേഹത്തിലേക്ക് നമ്മുടെ ആചാരങ്ങൾ, നമ്മൾ ഫോളോ ചെയ്യുന്ന തിയോളജി, കൃപാവരങ്ങൾ, ഇതെല്ലാം നമ്മളെ ലീഡ് ചെയ്യുന്നില്ല എങ്കിൽ ഇതെല്ലാം വെറും വൃഥാവാകുന്നു എന്നുള്ളതാണ്. അതായത് ക്രിസ്തുവിന്റെ ജീവനിൽ നിന്ന് മാത്രമേ സ്നേഹം വരുന്നുള്ളൂ. അതുകൊണ്ട് പത്യോപദേശം നമ്മളെ എങ്ങോട്ടാണ് ഫോളോ ചെയ്യുന്നത്? ക്രിസ്തുവിന്റെ ജീവനിലേക്കാണ്. നമ്മളെ വിശ്വാസത്താൽ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു, അവന്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ഉള്ളിൽ നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യത്തിലേക്കാണ് നമ്മളെ എത്തിക്കേണ്ടത്. അതിലേക്കാണ് നമ്മളെ ലീഡ് ചെയ്യേണ്ടത്. പഴയ നിയമം പരീക്ഷന്മാർ എഴുതി ന്യായപ്രമാണമൊക്കെ എങ്ങോട്ടാണ് ലീഡ് ചെയ്യേണ്ടിരുന്നത്? മെസ്സിയയിലേക്കാണ്. രക്ഷിക്കാൻ ഒരാളെ ഞങ്ങൾക്ക് കഴിയത്തുള്ളൂ, ഈ പ്രമാണം ഞങ്ങളെ കൊണ്ട് പൊക്കാൻ കഴിയത്തില്ല, പ്രവാചകന്മാരല്ല, അതുകൊണ്ട് ഒരു മെസ്സിയെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ആൾക്കാരൊക്കെ എങ്ങോട്ടാണ് നോക്കേണ്ടിരുന്നത്? ഈ മെസ്സിയയിലേക്കാണ് നോക്കേണ്ടിരുന്നത്. പക്ഷെ അവരാരെങ്കിലും നോക്കിയോ മെസ്സിയയിലേക്ക്? ഇവരാരും മെസ്സിയയിലേക്ക് നോക്കിയില്ല. ഇവർ ആ പ്രമാണത്തിലേക്ക് മാത്രമേ നോക്കിയുള്ളൂ.
അത് ഇതിന്റെ ഒരു അപകടമാണ്. ഈ അന്ത്യകാലഘട്ടത്തിന്റെ ഒരു അപകടമാണ്. നമ്മൾ അന്ധതയിലേക്ക് പെട്ടെന്ന് സ്ലിപ്പായി വരും. അത് ഈ അന്ത്യകാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് സൂക്ഷ്മതയോടെ ആയിരിക്കാൻ പറയുന്നത്, ബുദ്ധിഹീനരാകാതെ ആത്മാവിലായിരിക്കാൻ പറയുന്നത്. ആത്മാവിൽ എപ്പോഴും സങ്കീർത്തനങ്ങളാൽ സ്തുതികളാലും ആത്മാവിൽ പാടിയും ആരാധിച്ചും മറ്റ് നോളജിനാൽ നിറയപ്പെടാതെ ഫില്ല് ചെയ്യപ്പെടാതെ ദൈവത്തിന്റെ വചനത്താലും സൽകീർത്തിയും രമ്യമായതൊക്കെയും പുകഴ്ചയായതൊക്കെയും ഘനമായതൊക്കെയും ഗ്രഹിച്ചു കൊള്ളുവാൻ പറയുന്നത്. എപ്പോഴും ഇതിനാൽ ഈ അന്ത്യകാലഘട്ടത്തിൽ അതുകൊണ്ട് വളരെ അധികം ദൈവവചനത്തിന്റെ സത്യങ്ങൾ നമ്മൾ കൂടുതലായി വായിക്കുകയും മനസ്സിലാക്കിയും, അതുപോലെ പഴയ നിയമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പഴയ നിയമത്തിൽ വിശുദ്ധന്മാരെ ദൈവം നടത്തിയ വഴികൾ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ ദൈവത്തിന്റെ നടത്തിപ്പിനെ പറ്റി വലിയ ഗ്രാഹ്യമൊന്നും കാണത്തില്ല. ബൈബിളിലെ ഒരു വാക്ക് പോലും വെറുതെ ആയിരിക്കുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ മനസ്സിലാക്കിയത്, എന്റെ വിശ്വാസത്തിന്റെ വളർച്ചയ്ക്ക് പഴയ നിയമം ഭയങ്കരമായി സ്വാധീനിക്കുന്നുണ്ട്. ദൈവം ഓരോരുത്തരെ നടത്തിയ, അബ്രഹാമിനെ നടത്തിയത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ഓരോ രീതികൾ, മോശയെ ദൈവം നടത്തിയത്, ആ ജീവിതം നമ്മൾ കാണുന്നത്, സ്റ്റോറി, ചരിത്രം നമ്മൾ കാണുന്നത് പഴയത്. പുതിയ നിയമത്തിൽ നമ്മൾ ഓരോ എന്താ പറയുന്നത്, ഡോക്ട്രിൻസ് ആണ് കാണുന്നത്, ടെർമിനോളജിയാണ് കാണുന്നത്. ലൈഫ് നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്റ്റോറി ആയിട്ട് നമുക്ക് ഒരാളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നതൊക്കെ കാണുന്നത് നമുക്ക് പഴയ നിയമത്തിലാണ്. അതുകൊണ്ട് ഇതിലേക്ക് വചനത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. എഫേസ്യ ലേഖനം, അതിന്റെ നമ്മൾ പറഞ്ഞ വചനം എഫേസ്യ ലേഖനം അതിന്റെ 5-ാം അധ്യായമായിരുന്നു. 5-8 മുതലുള്ള വാക്യം ഒന്ന് ആരെങ്കിലും ഒന്ന് വായിക്കാവോ? 8 മുതൽ. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളു. കർത്താവിന് പ്രസാദമായത് എന്ത്? കർത്താവിന് പ്രസാദമായത് എന്തെന്നാണ് പൗലോസ് തുടക്കത്തിൽ പറയുന്നത്. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന്റെ സൗരഭ്യവാസനയായി വഴിപാടും യാഗമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ എന്നുള്ളതാണ്. ഈ സ്നേഹമാണ് നമ്മളെ തകർക്കുന്നതും നമ്മുടെ സഹോദരങ്ങളുടെ മുന്നിൽ ഒരു യാഗമാക്കി വെക്കുന്നതും ദൈവത്തിന് മുന്നിൽ അതൊരു സൗരഭ്യവാസനയായി മാറുന്നതുമെല്ലാം. 10 സകല സൽഗുണവും നീതിയും സത്യവും എല്ലാം വെളിച്ചത്തിന്റെ ബലവും ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുക വേണ്ടത്. അപ്പോൾ ഇരുട്ടിന്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഭിന്നത ഉണ്ടാക്കുന്ന, ഈ കൊരിന്ത്യ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ മുഴുവൻ ഭിന്നതയാണ്. കൊരിന്ത്യ ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. 1 കൊരിന്ത്യർ അതിന്റെ 1-ാം അധ്യായം 11 മുതൽ, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്നും ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരുന്നു. നിങ്ങളിൽ ഓരോരുത്തൻ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നത് പോലെ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ആരോടാണ് ഈ പറയുന്നത്? ഇവരെ പറ്റി പറയുന്നത് എല്ലാ കൃപാവരങ്ങളാലും നിറഞ്ഞു. 7-ാമത്തെ വാക്യത്തിൽ, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിയാണ് ഈ പറയുന്നത്. ഇത്ര ഭിന്നതയുണ്ടെന്ന് ഇവരോട് തന്നെയാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് ഒന്നിന്റെ കുറവുണ്ട്. അതെന്താണ്? ഈ സ്നേഹത്തിൽ നിങ്ങൾ ഇതെടുത്ത് വെക്കുന്നില്ല, കാണുന്നില്ല. അപ്പോൾ സ്നേഹം എന്ന കണ്ണട നമ്മൾ ഊരി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഈ ദൈവം കാണുന്ന പോലെ നമുക്ക് കാണാൻ കഴിയത്തില്ല. ക്രിസ്തുവിന്റെ സ്നേഹം എന്ന വെർച്യു ഗ്ലാസ്, ആ വഴിയിലൂടെയാണ് നമ്മൾ ഈ ശുശ്രൂഷകളും ഉപദേശങ്ങളായാലും എല്ലാം നമ്മൾ നിയന്ത്രിക്കേണ്ടത്. ഇത് നമ്മൾ സഹോദരങ്ങളാണ്, അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അതിലേക്ക് എത്താതെ ഈ ഒരു കാര്യത്തിൽ എന്താ പറഞ്ഞ മാത്രം എരിവ് കൊണ്ടു കഴിഞ്ഞാൽ പരിജ്ഞാനത്തിലല്ലാത്ത എരിവിലേക്കാണ് പലപ്പോഴും സഹോദരങ്ങൾ. ഇന്ന് പണ്ട് ചേസ് പാസ്റ്റർ ഒരു എടുത്ത് പ്രസംഗിച്ച് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. ഈ എല്ലാവർക്കും ബാക്കിയുള്ള കാര്യത്തിനകത്തൊക്കെ ഭയങ്കര എരിവാണ്, സ്നേഹത്തിന്റെ കാര്യത്തിൽ എരിവ് കൊള്ളാൻ ആർക്കും കഴിയത്തില്ല എന്നുള്ളത് വളരെ ശരിയാണ്. അന്ത്യകാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ അഭിപ്രായങ്ങൾക്കും ആയിരിക്കും കൂടുതൽ വില കൽപ്പിക്കുന്നത്. മനുഷ്യൻ സ്വയം വമ്പ് പറയുന്നവരും, അങ്ങനെ തിമോഥി ലേഖനത്തിൽ പറയുന്നു, വമ്പ് പറയുന്നവരും സ്വന്തം അഭിപ്രായങ്ങൾക്ക് വലിയ ഞാൻ ഉൾപ്പെടെ എല്ലാവരുടെയും കാര്യമാണ്. നമ്മളെല്ലാവരുടെയും ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഇൻഫ്ലുവൻസ് ആണ്. നമ്മൾ അറിയാതെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഭയങ്കരമായി സ്വാധീനിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതെല്ലാം എന്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്? അജ്ഞതയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ദൈവത്തെ പറ്റിയുള്ള ഒരു ധാരണയില്ലായ്മയിലേക്കുമാണ് നമ്മളെ പലപ്പോഴും കൊണ്ടുപോകുന്നത്. എന്താണ് സത്യം എന്ന് തിരിച്ചറിയാതെ, സത്യത്തിൽ നടക്കാൻ പറ്റാതെ, ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കാൻ കഴിയാത്ത, ഒരു അപ്പന്റെ ഹൃദയം മനസ്സിലാക്കാൻ കഴിയാത്ത മക്കളെ പോലെയാണ് പലപ്പോഴും നമ്മൾ ഈ സ്നേഹത്തിൽ നിന്ന് വിട്ടുമാറി ഈ മറ്റു പല കാര്യങ്ങളിൽ നമ്മൾ എന്താ പറയുന്നത് എരിവ് കൊണ്ട് നടക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മളെ ഇതേപോലെ ഞാൻ ഈ ഒരു വാക്കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഈ സ്നേഹം എങ്ങനെ നമ്മളിൽ ഉണ്ടാകുന്നു എന്നുള്ളതൂടെ
പറയാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ് നമുക്ക് ദൈവസ്നേഹം എന്ത് എന്ന് വെളിപ്പെടുത്തുന്നത്. എഫേസ്യ ലേഖനം 5:18 പറയുന്നു, അതുകൊണ്ട് ഈ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെടാൻ പറയുന്നു. അതുകൊണ്ടാണ് ഈ അന്ത്യകാലഘട്ടമായതിനാൽ നിങ്ങൾ ആത്മാവിനാൽ നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും പരസ്പരം ആത്മീയ വർധനവിനുള്ള സംസാരിച്ചും പാടി പോയിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തു എപ്പോഴും ഇരിപ്പാൻ പറഞ്ഞ സ്തോത്രം നിങ്ങൾ കവിയട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതിനകത്ത് നമ്മുടെ മനസ്സിനൊരു വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫിസിക്കലി നമ്മൾ ഈ പ്രാർത്ഥിക്കാനും പറയുന്നത്, പാട്ട് പാടാനൊക്കെ പറയുന്നതിനകത്ത് ഈ നമുക്ക് നമ്മുടെ മറ്റു പല ചിന്തകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായി അതിനാൽ ഫില്ല് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്നേഹം നമ്മൾ നിറയപ്പെടുന്നത്? ദൈവത്തിന്റെ ആത്മാവിനാലാണ് നിറയപ്പെടുന്നത്. ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ജീവിക്കുന്നത്? വിശ്വാസത്താലാണ് അയാൾ ആ ദൈവത്തിന്റെ ആത്മാവിനാൽ ജീവിക്കുന്നത്. ക്രിസ്തു ഉള്ളിൽ ജീവിക്കുന്നു എന്നുള്ള ഫെയ്ത്തിനാലാണ് ഓരോ വിശ്വാസിയും ഓരോ ദിവസവും ജീവിക്കേണ്ടത്. അപ്പോൾ സ്ഥിരമായൊരു മാനസാന്തരവും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ മാനസാന്തരം ക്രിസ്തുവിന്റെ ലൈഫിലേക്ക് നമ്മളെ എത്തിക്കുന്നതായിരിക്കും. അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കുകയും നമ്മുടെ വിശ്വാസത്തെ ദൈവം വർദ്ധിപ്പിക്കേണ്ടതിന് പ്രാർത്ഥിക്കുകയും നമ്മൾ സ്നേഹത്തിൽ നിറഞ്ഞവരായിരിക്കേണ്ടതിന് പ്രാർത്ഥിക്കുകയും എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് കൂടുതൽ വാഞ്ചിക്കുകയും ചെയ്യുന്നവരായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും ക്രിസ്തുവിന്റെ വെളിച്ചം പ്രകാശിക്കുന്ന ഒരു അത്ഭുത വെളിച്ചങ്ങളാക്കി ലോകത്ത് സാക്ഷ്യമാക്കി അനേക ഇടങ്ങളിൽ നമ്മളെ ഉപയോഗിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ഓർത്തും പ്രാർത്ഥിക്കണം. ഞാനും ഇതിൽ നിന്നും ഒട്ടും വ്യത്യസ്തനല്ല. എല്ലാവരെയും പോലെ തന്നെയും ഈ കാര്യങ്ങളിൽ കൈയിട്ടടിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. അപ്പോൾ ദൈവം എന്നെയും ശക്തിപ്പെടുത്തട്ടെ. ദൈവം നമ്മളെല്ലാവരെയും ഈ ദിവസങ്ങളിൽ ബലപ്പെടുത്തട്ടെ. അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.